ഇന്ത്യയിൽ നിന്നും നാഷണൽ ജിയോഗ്രഫിക് റെസൊല്യൂഷൻ എക്സ്പെഡിഷനിലൂടെ ജോസ്ന ഹോഫ്മാൻ എന്ന ഉയർന്ന പരിചയമുള്ള അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫർ റോസ് ഹീലിൻ്റെ ആദ്യത്തെ അണ്ടർ വാട്ടർ ഫോട്ടോകളായിട്ട് കരുതപ്പെടുന്ന ചിത്രങ്ങൾ പകർത്തിയത് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഈ ചിത്രങ്ങൾ റോസ് ഹീലിനെ അതിൻ്റെ പ്രകൃതിവാസ സ്ഥലമായിട്ടുള്ള അന്റാർട്ടിക് പാക്ക് ഐസിന് താഴെയുള്ള വെള്ളത്തിൽ സജീവമായിട്ട് പ്രവേശിച്ച് നീന്തുന്ന നിലയിൽ കാണിക്കുന്നുണ്ട്. ഇത് ഈ ഇനത്തെ നേരിട്ട് പഠിക്കുവാൻ വേണ്ടി വലിയ മുന്നേറ്റമാണ്. ഈ നേട്ടം പ്രത്യേകമായിട്ട് പ്രാധാന്യമായതിന് കാരണം റോസ് ഹീലുകൾ സാധാരണയായിട്ട് മേഖലകളിൽ വളരെ അപൂർവമായിട്ട് മാത്രം കാണപ്പെടുന്ന ഒരു ജീവിയാണ്. ഇത് ഈ ഇനത്തെ നേരിട്ട് പഠിക്കുവാൻ വലിയ മുന്നേറ്റമാണ്. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു വാർത്തയാണ്. ലോകത്തിലെ ഏറ്റവും അപൂർവവും രഹസ്യ സ്വഭാവമുള്ളതുമായിട്ടുള്ള സീൽ ഇനങ്ങളിലൊന്നാണ് ഈ റോസ് സീൽ. ഇത് പ്രധാനമായിട്ടും അന്റാർട്ടിക്കൻ പ്രദേശങ്ങളിലെയും അതിനോട് ചേർന്ന ദക്ഷിണ മഹാസമുദ്രത്തിലെ തണുത്ത ജലപ്രദേശങ്ങളിലെയും മഞ്ഞുപാളികളുമായിട്ടാണ് ജീവിക്കുന്നത്. 1840 ബ്രിട്ടീഷ് നാവികനായിട്ടുള്ള ജെയിംസ് ക്ലർക്ക് റോസ് നടത്തിയ അന്റാർട്ടിക് യാത്രയ്ക്കിടയിലാണ് ഈ റോസ് ഇനം ആദ്യമായിട്ട് ശാസ്ത്രീയമായിട്ട് രേഖപ്പെടുത്തിയത്. അതിനാലാണ് ഈ ജീവിക്ക് റോസ് സീൽ എന്ന പേര് ലഭിച്ചത്. റോസ് സീല് ഫോസിഡേ കുടുംബത്തിൽപ്പെടുന്ന ഒരു ട്രൂ സീലാണ്. 2-3 തരത്തിലുള്ള സീൽസ് ഉണ്ട്. അതിനകത്ത് ട്രൂ സീൽ ഇനത്തിലാണ് ഇവ പെടുന്നത്. മറ്റ് സീലുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ റോസ് സീൽ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള ശാരീരിക ഘടനയും ശബ്ദശേഷിയും മൂലം വേറിട്ട് നിൽക്കുന്നുണ്ട്. ഇത് സാധാരണയായിട്ട് ഒറ്റയ്ക്കോ വളരെ ചെറിയ കൂട്ടത്തിലോ മാത്രമായിട്ടാണ് കാണപ്പെടുന്നത്. അതിനാൽ തന്നെ മനുഷ്യരുടെ കണ്ണിൽ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ ഇവ കാണാറുള്ളൂ. ആദ്യം തന്നെ റോസ് സീലിൻ്റെ ശാരീരിക സവിശേഷതകളെ പറ്റി, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിനെ പറ്റി കൂടുതലായിട്ട് നമുക്ക് നോക്കാം. റോസ് സീൽ അന്റാർട്ടിക്കയുടെ അത്യന്തം തണുത്ത സമുദ്ര പരിസരങ്ങളിൽ ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള പ്രത്യേക ശാരീരിക സവിശേഷതയുള്ള ഒരു അപൂർവമായിട്ടുള്ള സീലിനുമാണ്. മറ്റ് സീലുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ റോസ് സീലിൻ്റെ ശരീരഘടനയും അവയുടെ പ്രവർത്തനക്ഷമതയൊക്കെ അതീവ വ്യത്യസ്തമായിരിക്കും. ഈ സവിശേഷതയാണ് ഇവയെ അന്റാർട്ടിക് മഞ്ഞുപാളികളുടെയും തണുത്ത ജലപ്രദേശങ്ങളിലേക്ക് വിജയകരമായിട്ട് നിവസിക്കാൻ വേണ്ടി സാധിക്കുന്നത്. റോസ് സീലിന് ഇടത്തരം വലിപ്പമുള്ള എന്നാൽ ശക്തവും കട്ടിയുള്ളതുമായിട്ടുള്ള ഒരു ശരീരമാണ്. ഒരു പൂർണ്ണ വളർച്ചയെത്തിയ റോസ് സീലിന് സാധാരണയായിട്ട് 2 മുതൽ 2.5 മീറ്റർ വരെ നീളവും ഏകദേശം 200 മുതൽ 220 കിലോഗ്രാം വരെ ഭാരവും ഉണ്ടായിരിക്കും. ശരീരം മുന്നിൽ നിന്ന് പിന്നിലേക്ക് അല്പം ചുരുങ്ങിയ ആകൃതിയിലായതിനാൽ തന്നെ വെള്ളത്തിനടിയിൽ വേഗത്തിൽ നീന്താൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. കഴുത്ത് വളരെ ചെറുതും ശരീരം മുഴുവൻ കട്ടിയുള്ള കൊഴുപ്പ് പാളിയാൽ, അതായത് ബ്ലാബർ, പൊതിഞ്ഞതുമാണ്. ഇത് കടുത്ത തണുപ്പിൽ ശരീര താപനില നിലനിർത്താൻ വേണ്ടി അനിവാര്യമാണ്. റോസ് സീലിൻ്റെ തലയും മുഖഭാവവും അതിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സവിശേഷതകളൊന്നാണ്. തല ചെറുതും വൃത്താകൃതിയിലുള്ളതാണ്, എന്നാൽ കണ്ണുകൾ അസാധാരണമായിട്ട് വലുതാണ്. ഈ വലിയ കണ്ണുകൾ മങ്ങിയ വെളിച്ചമുള്ള അന്റാർട്ടിക് ജലങ്ങളിൽ പോലും വ്യക്തമായിട്ട് കാണാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നുണ്ട്. മൂക്ക് തുളകളും ചെറുതും മുൻവശത്തേക്ക് ചായുന്ന തരത്തിലാണ്. ഇത് വെള്ളത്തിനടിയിൽ നീന്തുമ്പോൾ ജലപ്രവാഹത്തെ ചെറുക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഈ സീൽ ഇനത്തിൻ്റെ വായയും കഴുത്തും അതുല്യമായിട്ടുള്ള ശാരീരിക പ്രത്യേകതയാണ്. റോസ് സീലുകൾക്ക് വായയും കഴുത്തും അസാധാരണമായിട്ട് വീർപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഭീഷണി നേരിടുമ്പോഴോ ശബ്ദം പുറപ്പെടുവിക്കുമ്പോഴൊക്കെ ഇവ കഴുത്ത് ശക്തമായിട്ട് വീർപ്പിച്ച് വലിയ ശബ്ദങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതുവഴി ശത്രുക്കളെ ഭയപ്പെടുത്തുവാനും ആശയവിനിമയം നടത്താനും ഒക്കെ കഴിയും. ഈ കഴിവ് റോസ് സീലിനെ മറ്റു സീലുകളിൽ നിന്ന് വ്യക്തമായിട്ട് വേർതിരിക്കുന്ന ഒരു പ്രധാന തിരിച്ചറിയൽ ലക്ഷണമാണ്. ത്വക്കിൻ്റെയും രോമത്തിൻ്റെ നിറം റോസ് സീലുകൾക്ക് വ്യത്യസ്തപ്പെടുന്നു. സാധാരണയായിട്ട് ഇവയ്ക്ക് ഇരുണ്ട ചാരനിറം മുതൽ തവിട്ട് നിറം വരെ കാണപ്പെടുന്നുണ്ട്. വയറുഭാഗം താരതമ്യേന വെളുപ്പുള്ള നിറമായിരിക്കും. ശരീരത്തിൽ ചെറുതായിട്ട് പുള്ളികളോ മങ്ങലുള്ള അടയാളങ്ങളോ കാണുന്നത് സാധാരണമാണ്. ഈ നിറക്രമീകരണം മഞ്ഞുപാളികളിലും തണുത്ത സമുദ്രജലങ്ങളിലും ലയിച്ച് കാണപ്പെടാൻ സഹായിക്കുന്നതിനാൽ ശത്രുക്കളിൽ നിന്ന് സംരക്ഷണം നൽകുന്നുണ്ട്. റോസിലിൻ്റെ ഫ്ലിപ്പറുകൾ, അതായത് ചിറക് പോലുള്ള കാലുകൾ നീന്തലിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ വികസിച്ചിരിക്കുന്നു. മുൻകാലുകൾ ശക്തവും നീളമുള്ളതുമാണ്. പിൻകാലുകൾക്ക് ശരീരത്തിന് പിന്നിലേക്ക് ചായുന്ന തരത്തിലാണ് ഇത് കാണപ്പെടുന്നത്. ഇതുവഴി വെള്ളത്തിനടിയിലും വേഗത്തിലും കാര്യക്ഷമതയായിട്ട് സഞ്ചരിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഭൂമിയിലോ മഞ്ഞുപാളികളിലോ അവ അല്പം മന്ദഗതിയിലായിരിക്കും സഞ്ചരിക്കുക. കാരണം പൂർണ്ണമായിട്ടും സമുദ്രജീവിതത്തിനനുസരിച്ചാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ശ്വാസകോശവും രക്തവ്യൂഹവും റോസ് വീലുകൾക്ക് വളരെ കാര്യക്ഷമമായിട്ട് വികസിച്ചിരിക്കുന്നു. ദീർഘസമയം വെള്ളത്തിനടിയിൽ കഴിയാൻ വേണ്ടി സഹായിക്കുന്ന വിധത്തിൽ വലിയ ശ്വാസകോശ ശേഷിയും രക്തത്തിൽ ഉയർന്ന ഓക്സിജൻ സംഭരണ ശേഷിയും ഇവയ്ക്കുണ്ട്. ഈ സവിശേഷതകൾ ആഴമുള്ള സമുദ്രഭാഗങ്ങൾ ഇര തേടുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനൊക്കെ ഇവ സഹായിക്കുന്നുണ്ട്. ആകെ നോക്കുമ്പോൾ റോസ് സീലിൻ്റെ ശാരീരിക സവിശേഷതകൾ അതിനെ അന്റാർട്ടിക്കയിലെ അത്യന്തം കടുത്ത കാലാവസ്ഥയിലും സമുദ്ര പരിസ്ഥിതിയിലും ജീവിക്കാൻ വേണ്ടി പൂർണ്ണമായിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു സസ്തനിയായിട്ട് ഇവയെ മാറ്റുന്നുണ്ട്. ഇവയുടെ വലിയ കണ്ണുകൾ, പ്രത്യേക കഴുത്ത് ഘടന, കട്ടിയുള്ള കൊഴുപ്പ് പാളി, ശക്തമായിട്ടുള്ള ഫ്ലിപ്പറുകൾ എന്നിവ ഈ അപൂർവ സീലിൻ്റെ പ്രധാന ശാരീരിക പ്രത്യേകതകളാണ്. ഇനി ഇതിൻ്റെ ഹാബിറ്റൻ്റ് നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ആവാസവ്യവസ്ഥ നോക്കുകയാണെങ്കിൽ, റോസ് സീൽ ഭൂമിയിലെ ഏറ്റവും തണുപ്പും ഒറ്റപ്പെട്ടതുമായിട്ടുള്ള പ്രദേശങ്ങളിലൊന്നായ അന്റാർട്ടിക്കയിലും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ദക്ഷിണ മഹാസമുദ്രത്തിലാണ് പ്രധാനമായിട്ടും
ജീവിക്കുന്നത്. ഈ സീലിനം തണുത്ത സമുദ്ര ജീവിതത്തോടനുസരിച്ച് പൂർണ്ണമായിട്ടും രൂപപ്പെടുന്നതിനാൽ തന്നെ ഉഷ്ണമേഖലയിലോ ശീതോഷ്ണ കാലാവസ്ഥയുള്ള പ്രദേശങ്ങളിലോ ഇവയെ കാണാൻ വേണ്ടി സാധിക്കില്ല. റോസ് സീലുകൾ കൂടുതലായി അന്റാർട്ടിക് പാക്ക് ഐസ് പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. ഐസ് പാക്ക് എന്നത് സമുദ്രത്തിന്റെ മുകളിലായി രൂപപ്പെടുന്ന ഒഴുകുന്ന മഞ്ഞുപാളിയാണ് സൂചിപ്പിക്കുന്നത്. ഈ മഞ്ഞുപാളികൾ റോസ് സീലുകൾക്ക് വിശ്രമിക്കാനും പ്രജനനത്തിനും കുഞ്ഞുങ്ങളെ വളർത്തുവാനൊക്കെ സുരക്ഷിതമായിട്ടുള്ള ഇടം നൽകുന്നുണ്ട്. സ്ഥിരതയുള്ള കരഭാഗങ്ങളെക്കാൾ ഇവ ഒഴുകുന്ന മഞ്ഞുപാളികളെയാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. അതിനാൽ തന്നെ മനുഷ്യരുടെ കണ്ണിൽ ഇവ അപൂർണമായിട്ടും മാത്രമാണ് പ്രത്യക്ഷപ്പെടുന്നത്. ദക്ഷിണ മഹാസമുദ്രത്തിലെ ആഴമുള്ള വെള്ളപ്രദേശങ്ങൾ റോസ് സീലുകളുടെ പ്രധാന ഭക്ഷണ ശേഖരണ മേഖലയാണ്. ഈ സമുദ്രത്തിലെ ആഴങ്ങളിലേക്ക് നീന്തി മീനുകൾ, സ്കീഡുകൾ, ക്രിൽ തുടങ്ങിയ ജീവികളെ ഇവ വേട്ടയാടുന്നു. ഈ ആഴമുള്ള ജലപ്രദേശങ്ങൾ റോസ് സീലുകൾക്ക് സുരക്ഷയും സമൃദ്ധമായിട്ടുള്ള ഭക്ഷണ വിതരണവും നൽകുന്നുണ്ട്. വെള്ളത്തിനടിയിൽ ദീർഘസമയം കഴിയാൻ കഴിയുന്ന ശരീരഘടന ഇവ ഈ ആവാസ വ്യവസ്ഥയിൽ വിജയകരമായി നിലനിർത്തുന്നുണ്ട്. റോസ് സീലുകളുടെ ആവാസ വ്യവസ്ഥയുടെ മറ്റൊരു പ്രത്യേകത സവിശേഷമായിട്ടുള്ള മനുഷ്യ ഇടപെടലുകളുടെ കുറവാണ്. അന്റാർട്ടിക് മേഖലയിൽ മനുഷ്യവാസം വളരെ പരിമിതമായതിനാൽ തന്നെ ഈ സീലുകൾക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് മനുഷ്യരെ മാത്രം നേരിടേണ്ടി വരുന്നുള്ളൂ. അതാണ് റോസ് സീലുകളെ ലോകത്തിലെ ഏറ്റവും കുറച്ച് പഠിക്കപ്പെട്ട സീൽ ഇനങ്ങളിൽ ഒന്നായിട്ട് മാറ്റുന്നത്. ശാസ്ത്രീയ പഠനങ്ങളായി പോലും ഇവയെ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാലാവസ്ഥയും ആവാസ വ്യവസ്ഥയെ ശക്തമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അന്റാർട്ടിക്കയിലെ കടുത്ത തണുപ്പ്, ശക്തമായിട്ടുള്ള കാറ്റുകൾ, സീസൺ മഞ്ഞുപാളികളുടെ വ്യത്യാസങ്ങൾ എന്നിവയാണ് റോസ് സീലുകളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. വേനൽക്കാലത്ത് മഞ്ഞുപാളികൾ കുറയുമ്പോൾ ഇവ കൂടുതൽ ആഴമുള്ള സമുദ്ര പ്രദേശങ്ങളിലേക്ക് നീങ്ങാറുണ്ട്. ശീതകാലത്ത് മഞ്ഞുപാളികൾ വ്യാപകമാകുമ്പോൾ പ്രജനനത്തിനും വിശ്രമത്തിനുമായിട്ട് ഇവ വീണ്ടും ഐസ് പാക്ക് പ്രദേശങ്ങളിലേക്ക് മടങ്ങി വരുന്നു. റോസ് സീലുകളുടെ ആവാസ വ്യവസ്ഥയിൽ പരിസ്ഥിതി മാറ്റങ്ങൾ ഇന്നൊരു പ്രധാന വെല്ലുവിളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആഗോള താപനം മൂലം അന്റാർട്ടിക് മഞ്ഞുപാളികൾ ക്രമേണ കുറയുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് റോസ് സീലുകൾക്ക് ലഭിക്കുന്ന വിശ്രമവും പ്രജനനവുമായിട്ടുള്ള ഇടങ്ങളെ ബാധിക്കുവാനുള്ള സാധ്യത ഉണ്ടാകുന്നുണ്ട്. ആവാസ വ്യവസ്ഥയിലെ ഈ മാറ്റങ്ങൾ ദീർഘകാലത്ത് ഇവയുടെ ജനസംഖ്യയെ ബാധിക്കാമെന്ന് ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ റോസ് സീലിൻ്റെ ആവാസ വ്യവസ്ഥ അത്യന്തം തണുത്തതും മനുഷ്യ ഇടപെടലുകളിൽ നിന്ന് ഏറെ അകലെയുമായിട്ടുള്ള അന്റാർട്ടിക് സമുദ്ര ലോകത്താണ്. ഒഴുകുന്ന മഞ്ഞുപാളികളിലും ആഴമുള്ള ദക്ഷിണ മഹാസമുദ്ര ജലത്തോടും ചേർന്നിട്ടാണ് ഈ അപൂർവ സീലിനത്തിന് അനുയോജ്യമായിട്ടുള്ള ഒരു പരിസ്ഥിതി. ഈ പ്രത്യേക ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടുന്നത് റോസ് സീലിൻ്റെ നിലനിൽപ്പിന് നിർണായകരമാണ്. ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഇവയുടെ ആഹാരക്രമം, ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. റോസ് സീൽ അന്റാർട്ടിക്കയുടെ തണുത്ത സമുദ്ര പരിസരങ്ങളിൽ ജീവിക്കുന്ന ഒരു മാംസഭോജി സമുദ്ര സസ്തനിയാണ്. ഈ സീൽ ഇനത്തിൻ്റെ ആഹാരക്രമം അതിൻ്റെ ആവാസ വ്യവസ്ഥയോടും ശരീരഘടനയോടും അടുത്ത ബന്ധം പുലർത്തുന്നവയാണ്. ദക്ഷിണ മഹാസമുദ്രത്തിലെ ആഴമുള്ള ജലപ്രദേശങ്ങളിൽ ലഭ്യമായിട്ടുള്ള ജീവശാലങ്ങളാണ് റോസ് സീൽ പ്രധാനമായിട്ടും ആഹാരമായിട്ട് ഉപയോഗിക്കുന്നത്. റോസ് സീലിൻ്റെ ഭക്ഷണത്തിൽ സ്കീഡുകൾ പ്രധാന സ്ഥാനമാണ് കൈവശം വഹിക്കുന്നത്. ശാസ്ത്രീയ പഠനങ്ങൾ പ്രകാരം ഇവയുടെ ആഹാരത്തിൻ്റെ വലിയൊരു പങ്കും വിവിധ ഇനങ്ങളിലുള്ള അന്റാർട്ടിക് സ്കീഡുകളാണ്. സ്കീഡുകൾ ആഴമുള്ള ജലപ്രദേശങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നതിനാൽ തന്നെ റോസ് സീലുകൾക്ക് ദീർഘസമയം വെള്ളത്തിനടിയിൽ കഴിയാനുള്ള കഴിവ് വളരെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ശക്തമായിട്ടുള്ള നീന്തൽ ശേഷിയും കൃത്യമായിട്ടുള്ള ദർശനശേഷിയും ഉപയോഗിച്ച് ഇവ സ്കീഡുകളെ വേട്ടയാടുന്നു. മീൽ ഇനങ്ങൾ റോസ് സീലിൻ്റെ മറ്റൊരു പ്രധാന ഭക്ഷണമാണ്. പ്രത്യേകിച്ച് അന്റാർട്ടിക് ഐസ് ഫിഷ്, ലന്തേൺ ഫിഷ് പോലുള്ള ചെറുതും മധ്യ വലുപ്പമുള്ളതായിട്ടുള്ള മീനുകളെയാണ് ഇവ കൂടുതലായിട്ട് പിടിക്കുന്നത്. ഈ മീനുകൾ തണുത്ത ജലത്തിൽ കൂടുതലായിട്ട് സഞ്ചരിക്കുന്നതിനാൽ തന്നെ ഒരേ സമയം കൂടുതൽ ഇരകൾ ലഭിക്കുവാൻ റോസ് സീലുകൾക്ക് സാധിക്കുന്നുണ്ട്. കൂടാതെ റോസ് സീലുകളുടെ ആഹാരക്രമത്തിൽ ക്രിൽ പോലുള്ള ചെറു സമുദ്രജീവികളും ഉൾപ്പെടുന്നുണ്ട്. ക്രിൽ അന്റാർട്ടിക് സമുദ്ര പരിസ്ഥിതിയിലെ ഒരു അടിസ്ഥാന ജീവിയാണ്. വലിയ തോതിൽ ക്രിൽ ലഭ്യമാക്കുന്ന പ്രദേശങ്ങളിൽ റോസ് സീലുകൾ കൂടുതൽ സമയം ചിലവഴിക്കാറുണ്ടെങ്കിലും ക്രിൽ ഇവയുടെ പ്രധാന ഭക്ഷണമല്ല. സാധാരണയായിട്ട് സ്കീഡുകളും മീനുകളും തന്നെയാണ് പ്രധാനമായിട്ടും ഇവ ആശ്രയിക്കുന്നത്. റോസ് സീലുകളുടെ വേട്ടയാടൽ രീതിയും ശ്രദ്ധേയമാണ്. ഇവ സാധാരണയായിട്ട് രാത്രിയിലോ കുറച്ച് വെളിച്ചമുള്ള സമയങ്ങളിലോ ആഴമുള്ള ജലപ്രദേശങ്ങളിലേക്ക് മുങ്ങി വേട്ടയാടുന്നു. വലിയ കണ്ണുകൾ കുറഞ്ഞ വെളിച്ചത്തിലും വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നതിനാൽ തന്നെ ഇരകളെ എളുപ്പം കണ്ടെത്താൻ വേണ്ടി ഇവയ്ക്ക് കഴിയും. ശക്തമായിട്ടുള്ള ഫ്ലിപ്പറുകൾ ഉപയോഗിച്ച് വേഗത്തിൽ നീന്തി ഇരയെ പിടിക്കുകയാണ് ഇവയുടെ സാധാരണമായിട്ടുള്ള രീതി. ആഹാരം പിടിക്കുന്നതിൽ റോസ് സീലുകളുടെ പല്ലുകളുടെ ഘടനയും പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. മൂർച്ചയുള്ള പല്ലുകൾ സ്കീഡുകളെയും മീനുകളെയും ഉറപ്പായിട്ട് പിടിച്ചു നിർത്താൻ വേണ്ടി സഹായിക്കുന്നു. പിടികൂടിയ ഇരയെ സാധാരണയായിട്ട് പൂർണ്ണമായോ വലിയ കഷ്ണങ്ങളായോ വിഴുങ്ങിയാണ് ഇവയുടെ പതിവ്. കാരണം വെള്ളത്തിനടിയിൽ ഭക്ഷണം കീറി മുറിക്കുന്നത് ബുദ്ധിമുട്ടാണ്. കാലാവസ്ഥയിലും സീസണുകളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ റോസ് സീലുകളുടെ ആഹാരക്രമത്തെ സ്വാധീനിക്കുന്നുണ്ട്. വേനൽക്കാലത്ത് സമുദ്രത്തിൽ ജീവജാലങ്ങളിൽ ലഭ്യത കൂടുതലായതിനാൽ തന്നെ ഇവ കൂടുതൽ സജീവമായിട്ട് ഭക്ഷണം തേടുന്നത് ഈ കാലഘട്ടത്തിലായിരിക്കും. ശീതകാലത്ത് മഞ്ഞുപാളികൾ വ്യാപകമാകുമ്പോൾ ഭക്ഷണ ലഭ്യത താരതമ്യേന കുറയുന്ന സാഹചര്യങ്ങളിൽ ഇവ ദീർഘദൂരം സഞ്ചരിച്ച് അനുയോജ്യമായിട്ടുള്ള വേട്ട പ്രദേശങ്ങൾ കണ്ടെത്താറുണ്ട്.
ആകെ നോക്കുമ്പോൾ റോസ് സീലിൻ്റെ ആഹാരക്രമം അന്റാർട്ടിക് സമുദ്ര പരിസ്ഥിതിയുമായിട്ട് ശക്തമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവയാണ്. സ്കീഡുകൾ, മീനുകൾ, ക്രില്ല് ഉൾപ്പെടുന്ന ഒരു ഭക്ഷണശൈലി റോസ് സീലിനെ ദക്ഷിണ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന മാംസഭോജി സമുദ്ര സസ്തിനിയാക്കുന്നുണ്ട്. ഈ സമുദ്ര പരിസ്ഥിതിയിലെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നത് റോസ് സീലിൻ്റെ നിലനിൽപ്പിനും അത്യന്തം നിർണായകരമാണ്. ഇനി ഇവയുടെ ബിഹേവിയറിനെ പറ്റി നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പെരുമാറ്റത്തെ പറ്റി നോക്കുകയാണെങ്കിൽ, റോസ് സീൽ ലോകത്തിലെ തന്നെ ഏറ്റവും രഹസ്യ സ്വഭാവവും കുറച്ച് പഠിപ്പിക്കപ്പെട്ടതുമായിട്ടുള്ള സീൽ ഇനങ്ങളിലൊന്നാണ്. അതിൻ്റെ ഒറ്റപ്പെട്ട ആവാസ വ്യവസ്ഥയും മനുഷ്യരുമായിട്ട് അപൂർവമായിട്ടുള്ള ഇടപെടലുകളും കാരണം തന്നെ റോസ് സീലിൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള അറിവ് പരിമിതമാണ്. എന്നിരുന്നാലും ലഭ്യമായ ശാസ്ത്രീയ നിരീക്ഷണങ്ങൾ പ്രകാരം ഈ സീൽ ഇനം പ്രത്യേകിച്ചും അതുല്യമായിട്ടുള്ള പെരുമാറ്റ സവിശേഷതകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. റോസ് സീലുകൾ സാധാരണയായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന, അതായത് സോളിറ്ററി സ്വഭാവക്കാരാണ്. മറ്റു പല സീൽ ഇനങ്ങളെയും പോലെ തന്നെ വലിയ കൂട്ടമായിട്ട് ഇവയെ കാണാറില്ല. ഭക്ഷണം തേടുമ്പോഴും വിശ്രമിക്കുമ്പോഴും ഇവ ഒറ്റയ്ക്കോ വളരെ ചെറിയ കൂട്ടങ്ങളിലൊക്കെ മാത്രമായിട്ടാണ് കാണപ്പെടുന്നത്. ഈ ഒറ്റപ്പെട്ട ജീവിതശൈലി ശത്രുക്കളിൽ നിന്ന് മാറി നിൽക്കുവാൻ വേണ്ടിയും ഭക്ഷണ വിഭവങ്ങൾക്കായിട്ട് മത്സരം ഒഴിവാക്കാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നുണ്ട്. ഇവ ആശയവിനിമയം റോസ് സീലിൻ്റെ പെരുമാറ്റത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഘടകങ്ങളിലൊന്നാണ്. ഇവയ്ക്ക് വളരെ ശക്തവും വ്യത്യസ്തമായിട്ടുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട്, പ്രത്യേകിച്ച് പ്രജനനകാലത്ത്. റോസ് സീലുകൾ ഉയർന്ന ശബ്ദത്തിലുള്ള വിളികളും ഗർജനങ്ങളൊക്കെയാണ് ഈ പ്രജനനകാലത്ത് ഉൽപ്പാദിക്കപ്പെടുന്നത്. കഴുത്തും നെഞ്ചും അത്യന്തം വീർപ്പിച്ച് ശബ്ദം വർദ്ധിപ്പിക്കുന്നത് ഇവയുടെ പ്രത്യേകതയാണ്. ഈ ശബ്ദങ്ങൾ കൂട്ടാളികളെ ആകർഷിക്കാൻ വേണ്ടിയും മറ്റു സീലുകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയും ഉപയോഗിക്കുന്നു. റോസ് സീലുകളുടെ വേട്ടയാടൽ പെരുമാറ്റം സമുദ്ര ജീവിതത്തിനോട് അനുസരിച്ചാണ്. ഇവ ദീർഘസമയം വെള്ളത്തിനടിയിൽ മുങ്ങി സ്കീഡുകളെയും മീനുകളെയൊക്കെ തേടുന്നുണ്ട്. സാധാരണയായിട്ട് ആഴമുള്ള ജലപ്രദേശങ്ങളിലാണ് ഇവ വേട്ടയാടുന്നത്. വേട്ടയ്ക്കിടയിൽ ഇവ വളരെ ശാന്തവും കൃത്യമായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ഇതിരയെ ഭയപ്പെടുത്താതെ തന്നെ പിടികൂടാൻ വേണ്ടി സഹായിക്കുന്നു. വിശ്രമവും മഞ്ഞുപാളിയിലെ പെരുമാറ്റവും റോസ് സീലുകളുടെ ജീവിതത്തിൽ ഒരു പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. വേട്ടയാടൽ കഴിഞ്ഞ് ഇവ ഒഴുകുന്ന മഞ്ഞുപാളികൾ കയറി വിശ്രമിക്കുന്നു. വിശ്രമ സമയത്ത് ഇവ സാധാരണയായിട്ട് നിശബ്ദവും ചലനരഹിതവുമായിട്ടുള്ള നിലയിലാണ് കാണപ്പെടുന്നത്. അപകടം തോന്നിയാൽ ഇവൻ ഉടൻ തന്നെ വെള്ളത്തിലേക്ക് മടങ്ങിയാണ് പതിവ്. റോസ് സീലുകൾക്ക് ആക്രമണകരമായിട്ടുള്ള പെരുമാറ്റം അപൂർവമാണ്. സാധാരണയായിട്ട് ഇവ മനുഷ്യരെയോ മറ്റു ജീവികളെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സ്വഭാവക്കാരാണ് ഇവ. എന്നാൽ ഭീഷണി നേരിടുമ്പോൾ കഴുത്ത് വീർപ്പിച്ച് വലിയ ശബ്ദം പ്രകടിപ്പിക്കുന്നത് ഒരു പ്രധാന പ്രതിരോധ തന്ത്രമായിട്ടാണ് ഇവ ഉപയോഗിക്കുന്നത്. അതുവഴി ശത്രുക്കളെ ഭയപ്പെടുത്താൻ വേണ്ടിയും അകറ്റി നിർത്താൻ വേണ്ടിയും സാധിക്കുന്നുണ്ട്. പ്രജനനകാലത്ത് റോസ് സീലുകളുടെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ കാണപ്പെടുന്നുണ്ട്. ആൺ സീലുകൾ കൂട്ടാളികളെ ആകർഷിക്കാൻ വേണ്ടി ശബ്ദ പ്രകടനങ്ങൾ വർദ്ധിപ്പിക്കുകയും അവരുടെ പ്രദേശം സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റ് സീൽ ഇനങ്ങൾ കാണുന്ന പോലെ ശക്തമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ റോസ് സീലുകൾക്ക് അപൂർവമാണ്. ആകെ നോക്കുമ്പോൾ റോസ് സീലിൻ്റെ പെരുമാറ്റം, അതിൻ്റെ ഒറ്റപ്പെട്ട ജീവിതശൈലി, ശക്തമായിട്ടുള്ള ആശയവിനിമയം, ശക്തമായിട്ട് വേട്ടയാടൽ രീതികൾ എന്നിവ കൊണ്ട് പ്രത്യേകത പുലർത്തുന്നു. മനുഷ്യരിൽ നിന്ന് ഏറെ അകന്നു നിൽക്കുന്ന ഈ അപൂർവ സീൽ ഇനം അന്റാർട്ടിക് സമുദ്ര ലോകത്തിലെ ഒരു നിശബ്ദയും രഹസ്യപരിതവുമായിട്ടുള്ള ജീവിയായിട്ട് തുടരുന്നുണ്ട്. ഇനി ഇവയുടെ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രജനനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി നോക്കുകയാണെങ്കിൽ, റോസ് സീൽ ലോകത്തിലെ തന്നെ ഏറ്റവും അപൂർവവും കുറച്ച് പഠിപ്പിക്കപ്പെട്ടതുമായിട്ടുള്ള സീ ഇനങ്ങളിൽ ഒന്നായതിനാൽ തന്നെ ഇതിൻ്റെ പ്രജനന രീതികളെക്കുറിച്ചുള്ള അറിവ് വളരെ പരിമിതമായിരിക്കും. എന്നിരുന്നാലും ലഭ്യമായിട്ടുള്ള ശാസ്ത്രീയ നിരീക്ഷണങ്ങളും മറ്റ് അന്റാർട്ടിക് സീൽ ഇനങ്ങളുമായിട്ട് നടത്തിയ താരതമ്യ പഠനങ്ങളും അടിസ്ഥാനമാക്കി റോസ് സീലിൻ്റെ പ്രജനന പെരുമാറ്റത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അവയുടെ പ്രജനന ക്രമം അന്റാർട്ടിക്കയിലെ കടുത്ത കാലാവസ്ഥയോടും മഞ്ഞുപാളികളോടും ചേർന്നിട്ടാണ് നടക്കുന്നത്. റോസ് സീലുകളുടെ പ്രജനനകാലം സാധാരണയായിട്ട് അന്റാർട്ടിക്കയിലെ വേനൽക്കാലത്തിൻ്റെ തുടക്കമായിട്ടുള്ള നവംബർ മുതൽ ഡിസംബർ വരെ ആയിരിക്കും. ഈ സമയത്ത് സമുദ്രത്തിലെ ഒഴുകുന്ന മഞ്ഞുപാളികൾ പാക്ക് ഐസ് പ്രജനനത്തിനും പ്രസവത്തിനും അനുയോജ്യമായിട്ടുള്ള ഒരു സുരക്ഷിത വേദിയായിട്ട് മാറുന്നു. മറ്റ് സീൽ ഇനങ്ങളെ പോലെ വലിയ കോളനികളായിട്ട് ഇവ കൂടിച്ചേരുന്നില്ല. കാരണം റോസ് സീലുകൾ സാധാരണയായിട്ട് ഒറ്റയ്ക്കോ വളരെ ചെറിയ കൂട്ടങ്ങളിലോ മാത്രമായിട്ടാണ് പ്രജനനം നടത്തുന്നത്. കൂട്ടാളികളെ തിരഞ്ഞെടുക്കുന്ന രീതിയിലും റോസ് സീലുകളിൽ പ്രത്യേകത പുലർത്തുന്നുണ്ട്. ആൺ സീലുകൾ ശക്തമായിട്ടുള്ള ശബ്ദവിളികളിലൂടെയും കഴുത്ത് വീർപ്പിക്കുന്ന പ്രകടനങ്ങളിലൂടെയും പെൺ സീലുകളെ ആകർഷിക്കുന്നുണ്ട്. ഇവ പുറപ്പെടുവിക്കുന്ന ഉയർന്ന ശബ്ദങ്ങൾ ദൂരത്തേക്കും കേൾക്കുന്നതിനാൽ മഞ്ഞുപാളികളിലും വെള്ളത്തിനടിയിലും ആശയവിനിമയം നടത്താൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. ശാരീരിക ഏറ്റുമുട്ടലുകൾ റോസ് സീലുകൾക്ക് അപൂർവമാണ്. ശബ്ദ പ്രകടനങ്ങളാണ് പ്രധാനമായിട്ടും കൂട്ടാളി തെരഞ്ഞെടുപ്പിൽ നിർണായകമാകുന്നത്. ഗർഭകാലം റോസ് സീലുകൾക്ക് ഏകദേശം 9 മുതൽ 10 മാസം വരെ നീളുന്നതായിട്ടാണ് കരുതപ്പെടുന്നത്. മറ്റ് സീലുകളെ പോലെ തന്നെ റോസ് സീലുകൾക്കും വൈകിയ പ്രത്യാരോഹണം ഉണ്ടാകാമെന്ന് ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നുണ്ട്. അതിലൂടെ കുഞ്ഞിൻ്റെ ജനനം അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയിലും ഭക്ഷണ സൗകര്യങ്ങൾക്കുമുള്ള സമയവുമായിട്ട് ക്രമപ്പെട്ടിരിക്കുന്നു. പ്രസവം സാധാരണയായിട്ട് ഒഴുകുന്ന മഞ്ഞുപാളികളിലായിട്ടാണ് നടക്കുന്നത്. ഒരു പ്രസവത്തിൽ സാധാരണയായിട്ട് ഒരു കുഞ്ഞ് മാത്രമാണ് ജനിക്കുന്നത്. പുതിയതായിട്ട് ജനിക്കുന്ന കുഞ്ഞ് റോസ് സീൽ കട്ടിയുള്ള രോമാവരണം കൊണ്ടാണ് പൊതിഞ്ഞിരിക്കുന്നത്. ഇത് അത്യന്തം തണുപ്പിൽ നിന്ന് സംരക്ഷണം നൽകുന്നുണ്ട്.
കുഞ്ഞുങ്ങൾക്ക് ജനന സമയത്ത് തന്നെ നീന്തുവാനുള്ള അടിസ്ഥാന കഴിവുകൾ ഉണ്ടെങ്കിലും ആദ്യ ദിവസങ്ങളിൽ അവ അമ്മയെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചിരിക്കും. മാതൃപരിചരണവും പാലൂട്ടലും റോസ് സീൽ പ്രജനനത്തിലെ ഒരു പ്രധാനമായിട്ടുള്ള ഘടകമാണ്. അമ്മ സീൽ ഉയർത്തുന്ന കൊഴുപ്പടങ്ങിയ പാലാണ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. ഈ പാല് കുഞ്ഞുങ്ങൾക്ക് വേഗത്തിൽ ഭാരം കൂട്ടാൻ വേണ്ടിയും ശക്തി ആർജിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പാലൂട്ടൽ കാലം സാധാരണയായിട്ട് 2 മുതൽ 4 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്നതായിട്ടാണ് കരുതുന്നത്. ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജം സമ്പാദിക്കുന്നു. പാലൂട്ടൽ അവസാനിച്ചതിന് ശേഷം റോസ് സീൽ ക്രമേണ അമ്മയിൽ നിന്ന് അകന്ന് സ്വതന്ത്ര ജീവിതത്തിലേക്ക് കടക്കുന്നു. ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് നീന്താൻ വേണ്ടിയും വേട്ടയാടൽ അഭ്യസിക്കാൻ വേണ്ടിയും തുടങ്ങുന്നുണ്ട്. അമ്മ സീൽ വീണ്ടും സമുദ്രത്തിലേക്ക് മടങ്ങി ഭക്ഷണം തേടുകയും അടുത്ത പ്രജനന ചക്രത്തിനായിട്ട് തയ്യാറെടുക്കുകയും ചെയ്യുന്നു. ആകെ നോക്കുമ്പോൾ റോസ് സീലിന്റെ പ്രജനനം അതിന്റെ ഒറ്റപ്പെട്ട ജീവിതശൈലിയും അന്റാർട്ടിക്കയിലെ കടുത്ത പരിസ്ഥിതിയും പ്രതിഫലിക്കുന്നതെന്നായിട്ട് കാണപ്പെടുന്നുണ്ട്. കുറച്ചു കുഞ്ഞുങ്ങളെ മാത്രം പ്രസവിക്കുകയും അവയ്ക്ക് ശക്തമായിട്ടുള്ള മാതൃപരിചരണം നൽകുകയും ചെയ്യുന്ന ഈ പ്രജനന രീതി റോസ് സീലുകൾക്ക് നിലനിൽപ്പിന് തന്നെ നിർണായകമായിട്ടുള്ള ഒരു തന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നു. ഇനി ഇവയുടെ ലൈഫ് സ്പാനുമായിട്ട് ബന്ധപ്പെട്ട ആയുസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റി നോക്കുകയാണെങ്കിൽ റോസ് സീൽ അന്റാർട്ടിക്കയിലെ അത്യന്തം തണുത്തതും കഠിനവുമായിട്ടുള്ള സമുദ്ര പരിസ്ഥിതിയിൽ ജീവിക്കുന്ന ഒരു അപൂർവ സീൽ ഇനമാണ്. ഈ സീൽ ഇനത്തിന്റെ ആയുസിനെ കുറിച്ചുള്ള ശാസ്ത്രീയ വിവരങ്ങൾ മറ്റ് സീലുകളെ അപേക്ഷിച്ച് കുറവാണെങ്കിലും ലഭ്യമായുള്ള പഠനങ്ങളിലും സമാനമായിട്ടുള്ള അന്റാർട്ടിക് സീൽ ഇനങ്ങളുമായിട്ട് താരതമ്യമൊക്കെ അടിസ്ഥാനപ്പെടുത്തി ഒരു പൊതുവായിട്ടുള്ള ധാരണ രൂപപ്പെട്ടിട്ടുണ്ട്. റോസ് സീലുകളുടെ ആയുസ് അവയുടെ പരിസ്ഥിതി, ഭക്ഷണ ലഭ്യത, ശത്രുക്കൾ, കാലാവസ്ഥ മാറ്റങ്ങൾ തുടങ്ങിയ ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. സാധാരണയായിട്ട് ഒരു റോസ് സീൽ 20 മുതൽ 25 വർഷം വരെ ജീവിക്കുന്നവയാണ്. ശാസ്ത്രജ്ഞന്മാരുടെ കണക്കുകൂട്ടൽ പ്രകാരം ചില അനുകൂല സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ശത്രുക്കളുടെ ആക്രമണം കുറവുള്ളതും ഭക്ഷണ സൗകര്യം സമൃദ്ധവുമായിട്ടുള്ള പ്രദേശങ്ങളിൽ ഇവ 30 വർഷത്തോളം ജീവിച്ചേക്കാമെന്നും കരുതപ്പെടുന്നു. അന്റാർട്ടിക് മേഖലയിലെ മറ്റ് സീൽ ഇനങ്ങളുടെ ആയുസ്സുമായിട്ട് നടത്തിയ താരതമ്യങ്ങളിൽ നിന്നുമായിട്ടാണ് ഈ ഒരു പഠനം ഉണ്ടായിട്ടുള്ളത്. റോസ് സീലുകളുടെ ആദ്യ വർഷങ്ങൾ അത്യന്തം നിർണായകരമാണ്. ജനനത്തിന് ശേഷം ആദ്യ കുറച്ച് ആഴ്ചകളിൽ കുഞ്ഞുങ്ങൾ അമ്മയുടെ പാലിന്മേലാണ് പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള പോഷകാഹാരം ലഭിക്കാത്ത പക്ഷം കുഞ്ഞുങ്ങളുടെ ജീവൻ അപകടത്തിലാകാനുള്ള സാധ്യതയുണ്ട്. ഈ വർഷങ്ങൾ വിജയകരമായിട്ട് അതിജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രായപൂർത്തിയിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രായപൂർത്തിയായ റോസ് സീലുകൾക്ക് സ്വാഭാവിക ശത്രുക്കൾ കുറവാണ്. പ്രധാനമായിട്ടും ഓർക്കകൾ, ചില വലിയ ഷാർക്കുകളും മാത്രമാണ് ഇവയുടെ പ്രധാന വേട്ടക്കാർ. ഈ ശത്രുക്കളുടെ ഭീഷണി കുറവായതിനാൽ പ്രായപൂർത്തിയായ സീലുകൾക്ക് ദീർഘായുസ് കൈവരിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കൂടാതെ മനുഷ്യ ഇടപെടലുകൾ വളരെ കുറവായിട്ടുള്ള അന്റാർട്ടിക് പ്രദേശങ്ങളിൽ ജീവിക്കുന്നതും ഇവയുടെ ആയുസ്സിന് അനുകൂലമാണ്. റോസ് സീലുകളുടെ ആയുസ്സിനെ ബാധിക്കുന്ന മറ്റൊരു പ്രധാനമായിട്ടുള്ള ഘടകം പരിസ്ഥിതി മാറ്റങ്ങളാണ്. ആഗോളതാപനം മൂലം അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികൾ കുറയുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇത് റോസ് സീലുകളുടെ വിശ്രമത്തിനും പ്രജനനത്തിനും ആവശ്യമായിട്ടുള്ള ആവാസ വ്യവസ്ഥയെ ബാധിക്കാം. ദീർഘകാലത്തേക്ക് ഇത്തരം മാറ്റങ്ങൾ അവയുടെ ആരോഗ്യത്തെയും ആയുസ്സിനെയും പ്രതികൂലമായിട്ട് ബാധിക്കുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതിയും രോഗപ്രതിരോധ ശേഷിയും റോസ് സീലുകളുടെ ആയുസ്സിൽ നിർണായകപരമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. കടുത്ത തണുപ്പിലും സമുദ്രത്തിലെ കഠിന സാഹചര്യത്തിലും ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള ശരീരഘടനയും കൊഴുപ്പ് പാളിയുമാണ് ഇവയ്ക്ക് രോഗങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. എന്നിരുന്നാലും സമുദ്ര മലിനീകരണം, മൈക്രോ പ്ലാസ്റ്റിക് പോലുള്ള പുതിയ ഭീഷണികൾ ഭാവിയിൽ ഇവയുടെ ആയുസ്സിനെ ബാധിക്കാമെന്ന് ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ റോസ് സീലുകളുടെ ആയുസ് സാധാരണയായിട്ട് 20 മുതൽ 25 വർഷങ്ങളാണ്. എന്നാൽ അനുകൂല സാഹചര്യങ്ങളിൽ ഇവ കൂടുതൽ നീളാം. അന്റാർട്ടിക്കയുടെ കടുത്ത പരിസ്ഥിതിയോട് പൊരുത്തപ്പെട്ട് ജീവിതശൈലി, കുറച്ച് ശത്രുക്കൾ, കുറഞ്ഞ മനുഷ്യ ഇടപെടൽ എന്നിവയാണ് റോസ് സീലുകൾക്ക് താരതമ്യേന ദീർഘായുസ് നൽകുന്ന പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ. ഈ അപൂർവ സീൽ ഇനത്തിന്റെ ഭാവി നിലനിൽപ്പിന് അവയുടെ ആവാസ വ്യവസ്ഥയും സമുദ്ര പരിസ്ഥിതിയുടെയും സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി ഇവയുടെ ഭീഷണികളും ശത്രുക്കളെയും പറ്റി നമുക്ക് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ റോസ് സീലിന്റെ അന്റാർട്ടിക്കയിലെ തണുത്ത സമുദ്ര ലോകത്ത് ജീവിക്കുന്ന ഒരു അപൂർവ സീൽ ഇനമാണല്ലോ. മനുഷ്യ ഇടപെടലുകൾ വളരെ കുറവുള്ള പ്രദേശങ്ങളിലാണ് ഇവ താമസിക്കുന്നെങ്കിലും പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായിട്ടുള്ള നിരവധി ഭീഷണികൾ ഇന്നത്തെ സാഹചര്യത്തിൽ റോസ് സീലുകളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നുണ്ട്. ഇവയുടെ ശത്രുക്കളും പരിസ്ഥിതി മാറ്റങ്ങളും ഈ സീൽ ഇനത്തിന്റെ ജനസംഖ്യയെ ദീർഘകാലത്തേക്ക് സ്വാധീനിക്കാനുള്ള സാധ്യത ഉണ്ട്. പ്രകൃതിദത്ത ശത്രുക്കളെ പറ്റി നോക്കുകയാണെങ്കിൽ റോസ് സീലുകളുടെ പ്രധാന സ്വാഭാവികമായിട്ടുള്ള ശത്രു കില്ലർ വോൾസ് അല്ലെങ്കിൽ ഓർക്കയാണ്. അന്റാർട്ടിക് സമുദ്രത്തിൽ ശക്തമായിട്ടുള്ള വേട്ടക്കാരന്മാരായിട്ടുള്ള ഓർക്കകൾ പ്രത്യേകിച്ച് വെള്ളത്തിനടിയിലും മഞ്ഞുപാളികളുടെയും അരികിലുമാണ് റോസ് സീലുകളെ ആക്രമിക്കുന്നത്. യുവ സീലുകളെയും അനുഭവക്കുറവുള്ളവരെയും ഈ ആക്രമണത്തിന് കൂടുതൽ ഇരയാകാറുണ്ട്. ഓർക്കകളുടെ കൂട്ട വേട്ട തന്ത്രങ്ങൾ റോസ് സീലുകൾക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്. ചില പ്രദേശങ്ങളിൽ വലിയ ഷാർക്കുകൾ, പ്രധാനമായിട്ടും സ്ലീപ്പർ ഷാർക്ക് പോലുള്ള ആഴക്കടൽ ഷാർക്കുകൾ റോസ് സീലുകളുടെ ശത്രുക്കളായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. എങ്കിലും ഓർക്കകളെ അപേക്ഷിച്ച് ഷാർക്കുകളുടെ ആക്രമണം വളരെ അപൂർവമാണ്. പ്രായപൂർത്തിയായ റോസ് സീലുകൾക്ക് വലിപ്പവും ശക്തിയും ഉള്ളതിനാൽ തന്നെ ഇവയ്ക്ക് സ്വാഭാവികമായിട്ടുള്ള ശത്രുക്കളുടെ ഭീഷണി താരതമ്യേന കുറവായിരിക്കും. എന്നാൽ കുഞ്ഞുങ്ങൾ നേരിടുന്ന ഭീഷണികളാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. പുതിയതായിട്ട് ജനിച്ച റോസ് സീൽ കുഞ്ഞുങ്ങൾക്ക്
സീലുകൾക്ക് ശത്രുക്കളുടെ ഭീഷണി കൂടുതലാണ്. മഞ്ഞുപാളികളിൽ ഒറ്റപ്പെട്ട നിലയിൽ കഴിയുമ്പോൾ ഓർക്കുകളുടെ ചില സമുദ്ര പക്ഷികളുടെയൊക്കെ ആക്രമണങ്ങൾക്ക് ഇവ ഇരയാകാം. കൂടാതെ കഠിനമായിട്ടുള്ള കാലാവസ്ഥയും ശക്തമായിട്ടുള്ള കാറ്റുകളും കുഞ്ഞുങ്ങളുടെ ജീവൻ അപകടത്തിലാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പരിസ്ഥിതി മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ റോസ് ഇരകൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ആഗോള താപനവും കാലാവസ്ഥ മാറ്റവുമാണ്. അന്റാർട്ടിക്കയിലെ ഒഴുകുന്ന മഞ്ഞുപാളികൾ ക്രമേണ കുറയുന്നതായിട്ട് ശാസ്ത്രീയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. റോസ് ഇരകൾക്ക് വിശ്രമത്തിനും പ്രജനനത്തിനും ആശ്രയിക്കുന്ന പാക്കേജ് കുറയുന്നത് ഇവയുടെ ജീവിതചക്രത്തെ ഗുരുതരമായിട്ട് ബാധിക്കാം. മഞ്ഞുപാളികളുടെ കുറവ് പ്രജനന വിജയനിരക്ക് കുറയാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടിയും കാരണമായേക്കാം. കൂടാതെ ഭക്ഷ്യശൃംഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ക്രിൽ, മീൻ, സ്ക്വീഡ് എന്നിവ ലഭ്യതക്കുറവൊക്കെ റോസ് ഈലുകളുടെ പോഷണ നിലയും ആരോഗ്യത്തെയും ബാധിക്കുന്നുണ്ട്. പിന്നെ മനുഷ്യനിർമ്മിത ഭീഷണിയെ പറ്റി നോക്കുകയാണെങ്കിൽ റോസ് ഈലുകൾ നേരിട്ട് മനുഷ്യവേട്ടയ്ക്ക് ഇരയാകുന്നില്ലെങ്കിലും സമുദ്ര മലിനീകരണം ഉയർത്തുന്ന ഒരു ഭീഷണിയുണ്ട് ഇവിടെ. മൈക്രോ പ്ലാസ്റ്റിക്, എണ്ണ ചോർച്ചകൾ, രാസമാലിന്യങ്ങൾ എന്നിവ സമുദ്രത്തിലൂടെ ഭക്ഷ്യശൃംഖലയിൽ പ്രവേശിച്ച് റോസ് ഈലുകളുടെ ശരീരത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ആകെ നോക്കുമ്പോൾ റോസ് ഈലുകൾക്ക് സ്വാഭാവിക ശത്രുക്കൾ കുറവാണെങ്കിലും കാലാവസ്ഥയിലെ മാറ്റം, മഞ്ഞുപാളികളുടെ കുറവ്, സമുദ്ര മലിനീകരണം തുടങ്ങിയ ഭീഷണികൾ ഇന്ന് വലിയ വെല്ലുവിളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്റാർട്ടിക് സമുദ്ര പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥ സംരക്ഷിക്കപ്പെടുവാണെങ്കിൽ മാത്രമേ ഈ അപൂർവ സീൽ ഇനത്തിന്റെ ദീർഘകാല നിലനിൽപ്പിനെ ഉറപ്പിക്കാൻ വേണ്ടി കഴിയൂ. ഇനി ഇവിടെ സംരക്ഷണ നില, കൺസർവേഷൻ സ്റ്റാറ്റസിനെ പറ്റി നോക്കുകയാണെങ്കിൽ റോസ് സീൽ അന്റാർട്ടിക്കയിലും ദക്ഷിണ മഹാസമുദ്രത്തിലും മാത്രം കാണപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും അപൂർവമായിട്ട് നിരീക്ഷിക്കപ്പെടുന്ന സീൽ ഇനങ്ങളിൽ ഒന്നാണ്. അപൂർവമായിട്ട് മനുഷ്യരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നെങ്കിലും നിലവിലെ ശാസ്ത്രീയ വിലയിരുത്തൽ പ്രകാരം റോസ് സീൽ വംശനാശ ഭീഷണിയില്ല എന്ന് തന്നെയാണ് ശ്രദ്ധേയമായിട്ടുള്ള വസ്തുത. അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ സംഘടനയായിട്ടുള്ള IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, റോസ് ഈലിനെ നിലവിൽ ലീസ്റ്റ് കൺസേൺ എന്ന സംരക്ഷണ നിലയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ലീസ്റ്റ് കൺസേൺ പദവി ലഭിച്ചതിന് പ്രധാനമായിട്ടുള്ള കാരണം റോസ് ഈലുകൾ മനുഷ്യ ഇടപെടലുകൾ വളരെ കുറവുള്ള അന്റാർട്ടിക് പ്രദേശങ്ങളിലാണ് ജീവിക്കുന്നത് എന്നതാണ്. നേരിട്ടുള്ള വേട്ടയാടലോ വ്യാപകമായിട്ടുള്ള മനുഷ്യ സമ്മർദ്ദമോ ഇവയ്ക്ക് നേരിടേണ്ടി വരുന്നില്ല. കൂടാതെ ദക്ഷിണ മഹാസമുദ്രത്തിലെ വിശാലമായിട്ടുള്ള ആവാസ വ്യവസ്ഥ ഇവയ്ക്ക് ഭക്ഷണവും സുരക്ഷയൊക്കെ നൽകുന്നുണ്ട്. എന്നിരുന്നാലും റോസ് ഈലുകളുടെ സംരക്ഷണ നിലയെ വിലയിരുത്തുമ്പോൾ ചില പരിമിതമായിട്ടുള്ള ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. ഈ ഇനം വളരെ കുറച്ച് മാത്രമേ പഠിക്കപ്പെട്ടിട്ടുള്ളൂ എന്നതാണ് പ്രധാനമായിട്ടുള്ള വെല്ലുവിളി. ഇവയുടെ കൃത്യമായിട്ടുള്ള ജനസംഖ്യാ നിരക്ക് ഇന്നും ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ വ്യക്തമായിട്ടില്ല. ദൂരസ്ഥവും കടുത്ത കാലാവസ്ഥയിലുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നതിനാൽ തന്നെ നിരീക്ഷണങ്ങളും ദീർഘകാല പഠനങ്ങളും നടത്തുന്നതും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ റോസ് ഈലുകളുടെ ഭാവിയെ ഏറ്റവും കൂടുതൽ ബാധിക്കാവുന്ന ഘടകം കാലാവസ്ഥയുടെ മാറ്റമാണ്. ആഗോളതാപനം മൂലം അന്റാർട്ടിക്കയിലെ ഒഴുകുന്ന മഞ്ഞുപാളികൾ, അതായത് പാക്കേജ് ക്രമേണ കുറയുന്നു എന്നുള്ള റിപ്പോർട്ടും വർദ്ധിച്ചു വരുവാണ്. റോസ് ഈലുകൾക്ക് വിശ്രമത്തിനും പ്രജനനത്തിനുമൊക്കെ ഈ മഞ്ഞുപാളികളെയാണ് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. മഞ്ഞുകാലങ്ങളുടെ കുറവ് ദീർഘകാലത്തേക്ക് ഇവയുടെ പ്രജനന വിജയത്തിനും കുഞ്ഞുങ്ങളുടെ ജീവൻ നിലനിൽപ്പിനെയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കാം. അന്റാർട്ടിക് ത്രെട്ടി സിസ്റ്റവും CCA-MLR പോലുള്ള അന്താരാഷ്ട്ര കരാറുകളുടെയും സംരക്ഷണ ചട്ടങ്ങളുടെയും പരിധിയിലാണ് വരുന്നത്. ഇതുവഴി അന്റാർട്ടിക് പരിസ്ഥിതിയിലെയും അവിടുത്തെ ജീവജാലങ്ങളെയും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ റോസ് ഈൽ നിലവിൽ ലീസ്റ്റ് കൺസേൺ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നെങ്കിലും കാലാവസ്ഥയിലെ മാറ്റം, പരിസ്ഥിതി വ്യതിയാനങ്ങളുടെ കണക്കിലെടുത്ത് തുടർച്ചയായിട്ടുള്ള പരീക്ഷണങ്ങളും ശാസ്ത്രീയ പഠനങ്ങളും അത്യാവശ്യമാണ്. അന്റാർട്ടിക് സമുദ്ര പരിസ്ഥിതിയുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിലൂടെ മാത്രമേ ഉള്ളൂ ഈ അപൂർവവും രഹസ്യ സ്വഭാവമായിട്ടുള്ള റോസ് ഈലിന്റെ ദീർഘകാല നിലനിൽപ്പിന് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് ഇവയുടെ ചരിത്രവും കൗതുകകരമായിട്ടുള്ള വിവരങ്ങളെപ്പറ്റി നോക്കുകയാണെങ്കിൽ റോസ് ഈൽ ലോകത്തിലെ ഏറ്റവും അപൂർവവും രഹസ്യ സ്വഭാവമുള്ള സീൽ ഇനങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അന്റാർട്ടിക്കയുടെ മഞ്ഞു കൂടിയ സമുദ്ര ലോകത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഈ ജീവിയുടെ ചരിത്രവും പ്രത്യേകതകളും ശാസ്ത്ര ലോകത്തിന് പോലും വലിയ കൗതുകം സൃഷ്ടിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ കണ്ണിൽ അപൂർവമായിട്ട് മാത്രം ശ്രദ്ധിക്കപ്പെടുന്നതിനാൽ റോസ് ഈലിനെ കുറിച്ചുള്ള ഓരോ കണ്ടെത്തലുകളും ഇന്നും ശ്രദ്ധേയമായിട്ടുള്ള സംഭവമായിട്ട് കണക്കാക്കപ്പെടുന്നു. ചരിത്ര പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ റോസ് ഈൽ ആദ്യമായിട്ട് ശാസ്ത്രീയമായി രേഖപ്പെടുത്തിയത് 1840-ലാണ്. ബ്രിട്ടീഷ് നാവികനും അന്റാർട്ടിക് ഗവേഷകനുമായിട്ടുള്ള സർ ജെയിംസ് ക്ലർക്ക് റോസ് നടത്തിയ ദക്ഷിണ ധ്രുവ യാത്രയ്ക്കിടെയാണ് ഈ സീലിനം കണ്ടെത്തപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥമാണ് ഈ സീലിന് റോസ് സീൽ എന്ന പേര് നൽകപ്പെട്ടത്. ശാസ്ത്രീയമായിട്ട് ഇതിന് നൽകിയ പേര് ഒമോറ്റോപോക്ക റോസിൽ എന്നാണ്. ഒമോറ്റോ എന്ന ഗ്രീക്ക് വാക്കിന് കണ്ണ് എന്ന അർത്ഥവും പോക്ക എന്ന പേരിൽ സീൽ എന്ന അർത്ഥവുമാണ് വരുന്നത്. ഇതിന്റെ വലിപ്പവും ശ്രദ്ധേയമായിട്ടുള്ള കണ്ണുകളെ സൂചിപ്പിക്കുന്നതാണ് ഈ ശാസ്ത്രീയ നാമം. കണ്ടെത്തിയതിനു ശേഷം ദീർഘകാലം റോസ് സീലിനെ കുറിച്ചുള്ള അറിവ് വളരെ പരിമിതമായിരുന്നു. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലെ ആദ്യ പകുതിയിലും വളരെ കുറച്ച് മാത്രമാണ്
ഗവേഷകർക്ക് ഈ സീൽ ഇനത്തെ നേരിട്ട് കാണാൻ വേണ്ടി സാധിച്ചത്. അതിനാൽ തന്നെ റോസ് സീൽ ലോകത്തിലെ ഏറ്റവും കുറച്ച് പഠിപ്പിക്കപ്പെട്ട സീൽ എന്ന പേരിലും അറിയാൻ വേണ്ടി തുടങ്ങി. ഇവയുടെ കൗതുകകരമായിട്ടുള്ള വാർത്തകളെപ്പറ്റി നോക്കുകയാണെങ്കിൽ റോസ് സീൽ ലോകത്തിലെ അപൂർവമായിട്ട് കാണപ്പെടുന്ന സീൽ ഇനങ്ങളിലൊന്നാണ്. അന്റാർട്ടിക്കൻ മേഖലയിൽ പോലും ഗവേഷകർക്ക് ഇവയെ കണ്ടുമുട്ടാൻ അപൂർവമാണ്. ഇതിൻ്റെ ഒറ്റപ്പെട്ട ജീവിതശൈലിയാണ് ഇതിന് പ്രധാനമായിട്ടുള്ള കാരണം. ഈ സീൽ ഇനം ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള വായും കഴുത്തും അത്യന്തം വീർപ്പിക്കാനുള്ള കഴിവാണ്. ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ കഴുത്ത് അസാധാരണമായിട്ട് വീർപ്പിച്ച് വലിയ ശബ്ദങ്ങൾ ഇവ ഉണ്ടാക്കുന്നുണ്ട്. ഈ ശബ്ദങ്ങൾ അന്റാർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സീൽ ശബ്ദമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. റോസ് സീലിന് വളരെ വലുതായിട്ടുള്ള കണ്ണുകളുണ്ട്. ഇത് വെള്ളത്തിനടിയിലെ കുറഞ്ഞ വെളിച്ചത്തിൽ പോലും വ്യക്തമായിട്ട് കാണാൻ വേണ്ടി ഇവയെ സഹായിക്കുന്നുണ്ട്. ഈ സവിശേഷതയാണ് ഒമാറ്റോഫോക്ക എന്ന ശാസ്ത്രീയ നാമത്തിന് പ്രചോദനമായത്. മറ്റു സീലുകളെ അപേക്ഷിച്ച് റോസ് സീലുകൾ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ മഞ്ഞുപാളികളിൽ ചെലവഴിക്കാറുള്ളൂ. ഇവയുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും സമുദ്രത്തിനുള്ളിലാണ്. അതിനാൽ തന്നെ മനുഷ്യരുടെ കണ്ണിൽ ഇവ അപൂർവമായിട്ട് മാത്രം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. റോസ് സീലുകൾ സാധാരണയായിട്ട് ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. വലിയ കൂട്ടമായിട്ട് ഇവയെ കാണാറില്ല. ഈ ഒറ്റപ്പെട്ട സ്വഭാവം ശത്രുക്കളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയും ഭക്ഷണത്തിനായിട്ട് മത്സരം ഒഴിവാക്കാൻ വേണ്ടിയും ഇവയെ സഹായിക്കുന്നുണ്ട്. ഈ സീൽ ഇനത്തിന്റെ ജനസംഖ്യയെക്കുറിച്ച് ഇന്നും കൃത്യമായിട്ടുള്ള കണക്ക് ലഭ്യമല്ല. അതാണ് റോസ് സീലിനെ സംരക്ഷണ ശാസ്ത്രത്തിലെ ഒരു രഹസ്യ ജീവിയായിട്ട് നിലനിർത്തുന്നത്. റോസ് സീലുകൾ മനുഷ്യരോടുള്ള ഭയം കൂടുതലാണ്. ഗവേഷകർ സമയത്തെത്തുമ്പോൾ പോലും ഇവ ഉടൻ തന്നെ വെള്ളത്തിലേക്ക് മുങ്ങി അപ്രത്യക്ഷമാകാറുണ്ട്. ആധുനിക കാലത്ത് അണ്ടർ വാട്ടർ ക്യാമറകളും സാറ്റലൈറ്റ് ട്രാക്കിങ്ങും പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് റോസ് സീലിനെ കുറിച്ചുള്ള പഠനങ്ങൾ മെച്ചപ്പെടുകയാണ്. അടുത്ത കാലത്തായിട്ട് ലഭിച്ച അപൂർവ ദൃശ്യങ്ങൾ ഈ സീലിന്റെ ജീവിതത്തെക്കുറിച്ച് പുതിയ അറിവുകൾ നൽകുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ചരിത്രപരമായിട്ട് വൈകി അറിയപ്പെട്ടതും ഇന്നും രഹസ്യങ്ങൾ നിറഞ്ഞതുമായിട്ടുള്ള ഒരു സമുദ്ര സസ്തനിയാണ് റോസ് സീൽ. അതിൻ്റെ അപൂർവത, പ്രത്യേക ശബ്ദശൈലി, വലുതായിട്ടുള്ള കണ്ണുകൾ, ഒറ്റപ്പെട്ട ജീവിതശൈലി എന്നിവയാണ് ഈ സീൽ ഇനത്തെ ശാസ്ത്രലോകത്തിനും പ്രകൃതി സ്നേഹികൾക്കും ഒരേപോലെ അത്യന്തം കൗതുകകരമാക്കുന്നത്. അന്റാർട്ടിക്കയുടെ സമുദ്ര ലോകത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ഈ അപൂർവ ജീവിയെക്കുറിച്ചുള്ള പഠനങ്ങൾ ഭാവിയിൽ കൂടുതൽ വെളിച്ചം വീശുമെന്ന പ്രതീക്ഷയോടെയാണ് ശാസ്ത്രലോകം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് റോസ് സീലുമായിട്ട് ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വിവരങ്ങൾ. അടുത്ത ജീവിയുമായിട്ട് ബന്ധപ്പെട്ട വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.